ഹായ് കൂട്ടുകാരെ, ഞാനിന്ന് ഡ്യൂട്ടിക്ക് പോകുന്നത് എങ്ങനെയാണെന്ന് കണ്ടാലോ? ഇന്ന് നൈറ്റ് ഷിഫ്റ്റിന് പോകുവാണേ. ഒരു 6:30 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഹോസ്പിറ്റലിലോട്ട് വലിയ ദൂരമൊന്നുമില്ല, മെട്രോയിലാണ് പോകുന്നത്. മെട്രോയിലോട്ട് നടക്കുന്ന വഴിക്കാണ് ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ പോകുന്നത്. ഞങ്ങൾ താമസിക്കുന്നത് എയർപോർട്ടിന് അടുത്തായതുകൊണ്ട് തന്നെ എപ്പോഴും ലാൻഡിങ്ങിനും ടേക്ക് ഓഫിനും പോകുന്ന എല്ലാം നമുക്ക് കാണാൻ പറ്റും. പക്ഷേ എത്ര കണ്ടാലും ആ കാണുമ്പോഴുള്ള കൗതുകത്തിന് യാതൊരു മാറ്റമില്ല. ഞാൻ അങ്ങനെ നടന്ന് റോഡ് ക്രോസ് ചെയ്യാൻ എത്തി കേട്ടോ. എന്നും ഇവിടെ വന്ന് ഈ സ്റ്റോപ്പ് ബട്ടൺ പ്രസ് ചെയ്ത് ഇവിടെ നിൽക്കുമ്പോൾ ആലോചിക്കും, നമ്മുടെ നാട്ടിലൊക്കെ എന്തേ ഇങ്ങനെയൊരു സിസ്റ്റം വരാത്തതെന്ന്. വന്നായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന്. അങ്ങനെ ഞാൻ സ്റ്റേഷനിലോട്ട് നടക്കുവാണേ. സ്റ്റേഷൻ എത്തി ട്രെയിനുകളൊക്കെ പോകുന്നുണ്ട്. നമ്മൾ ഈ മെട്രോയിൽ ട്രാവൽ ചെയ്യണമെങ്കിൽ നമുക്കൊരു മെട്രോ കാർഡ് ഉണ്ട് കേട്ടോ. ഈ കാർഡ് ഇവിടുന്ന് തന്നെ വാങ്ങിക്കാൻ പറ്റും. എന്നിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതനുസരിച്ച് അത് റീചാർജ് ചെയ്ത് കൊടുത്താൽ മതി. സോ എൻ്റെ കയ്യിൽ ഒരു കാർഡുണ്ട്. നമ്മൾ എപ്പോൾ പോയാലും ഈ കാർഡ് ടാഗ് ഓൺ ചെയ്യണം. അപ്പോൾ ടാഗ് ഓൺ ചെയ്തിട്ട് എവിടെയാണോ ഇറങ്ങേണ്ടത് അവിടെ ടാഗ് ഓഫ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ടാഗ് ഓൺ ചെയ്തു. എനിക്ക് പോകേണ്ടത് ബ്രിട്ടോമാർട്ടിലോട്ട് പോകുന്ന ട്രെയിനിനകത്താണ്. അതുകൊണ്ട് ഞാൻ പ്ലാറ്റ്ഫോം നമ്പർ 1-ലാണ് നിൽക്കുന്നത്. അപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ 1-ലെത്തി. വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. ട്രെയിനും എത്തിക്കഴിഞ്ഞു. ഈവനിങ് ടൈം ആയതുകൊണ്ട് ട്രെയിനൊക്കെ കാലിയായിട്ടായിരിക്കും വരുന്നത്. MT എന്ന് തന്നെ പറയാം. 1-2 പേരെ കാണത്തുള്ളൂ. കണ്ടില്ലേ? അങ്ങനെ ഞാനും കയറി. എനിക്ക് രണ്ടാമത്തെ സ്റ്റോപ്പ് ഞാൻ ഇറങ്ങി കേട്ടോ. കാർഡ് ടാഗ് ഓഫ് ചെയ്തു. രണ്ടാമത്തെ സ്റ്റോപ്പ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ എത്തി. ഒരു 6 മിനിറ്റ് ജേർണിയേ ഉള്ളൂ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഹോസ്പിറ്റലിലെത്തി. ഇനി ഹോസ്പിറ്റലിലോട്ട് നടക്കുക. ആ കാണുന്ന ബിൽഡിംഗ് ഉണ്ടോ, അതാണ് കേട്ടോ ഹോസ്പിറ്റൽ ഫുള്ളായിട്ടല്ല, ഹോസ്പിറ്റലിൻ്റെ ഒരു സൈഡ്. അപ്പം ഈ ബിൽഡിങ്ങിൽ ഒരു എൻട്രൻസ് ഉണ്ട്. അതായത് പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുന്നവർക്കും ആ സൈഡിൽ കാർ പാർക്ക് ചെയ്യുന്നവർക്കും ഈ എൻട്രൻസ് ആയിരിക്കും ഈസി ആയിട്ടുള്ളത്. അപ്പോൾ ഈ പോകുന്നവരെല്ലാം ഷിഫ്റ്റ് കയറാൻ വേണ്ടി പോകുന്ന ആൾക്കാരാട്ടോ. ഇവിടെ യൂഷ്വലി 2 ഷിഫ്റ്റാണ് ഉള്ളത്. ഒന്ന് 12 അവർ ഷിഫ്റ്റും ഒന്ന് 8 അവർ ഷിഫ്റ്റും. അപ്പം 12 അവർ ഷിഫ്റ്റ് എന്ന് പറയുന്നത് ICUവിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്കും 8 അവർ ഷിഫ്റ്റ് എന്ന് പറയുന്നത് വാർഡുകളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും കേട്ടോ. അപ്പം ഞാൻ ICUവിലായതുകൊണ്ടാണ് എനിക്ക് 12 അവർ ഷിഫ്റ്റ് വന്നത്. ഇനി നേരെ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് പെട്ടെന്ന് എത്തുക, നമ്മുടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുക, ഹാൻഡ് ഓവറിന് കയറുക എന്നുള്ളതാണ്. കോമൺ ഹാൻഡ് ഓവർ 7 മണിക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് പേഴ്സണൽ നമുക്ക് അസൈൻ ചെയ്ത പേഷ്യൻ്റെ ഹാൻഡ് ഓവർ എടുക്കുന്നത്. ഈ പോകുന്ന വഴിക്ക് പ്രാർത്ഥിച്ചുകൊണ്ടാണ് വന്നത്, ദൈവമേ ഇന്ന് തിരക്കൊന്നും കാണല്ലേ എന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ എല്ലാവരും ടേക്ക് കെയർ. ടാറ്റാ, ബൈ ബൈ.